നമസ്കാരം. ഇല്ലുള്ള വൈകിയെങ്കിലും ആവേശം എന്ന സിനിമ, ആ സിനിമയുടെ ഒരു ഗംഭീര റിവ്യൂ എത്തിയിട്ടുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ ഭാഗവതര് കഴിഞ്ഞ ദിവസമാണ് ഈ ആവേശം എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം ആ സിനിമ കണ്ടിട്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു റിവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര റിവ്യൂ എന്ന് പറയാതിരിക്കാൻ വയ്യ. മൊത്തം കാണിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വേർഷൻ കണ്ടിട്ട് വരാം. ഈ രംഗണ്ണൻ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ ഒരു ജ്യൂസ് കടയിൽ പോയി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ജ്യൂസ് കടയുടെ ഉടമയ്ക്ക് അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുറെ ഗുണ്ടകൾ അവിടെ വന്നു. ആ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ രംഗണ്ണൻ അതിലൊരാളുടെ ആ ഗുണ്ടകളുടെ എല്ലാം മുകളിൽ കൂടി നടന്നു വന്ന് അതിൽ പുറകിൽ നിന്ന് ഒരാളെ കുത്തി കൊല്ലുന്നു എന്ന് പറഞ്ഞ് ഒരുത്തനെ ഇങ്ങനെ 10-25 പ്രാവശ്യം വളരെ ഹിംസാത്മകമായി അയാളുടെ പുറത്ത് കുത്തി അയാളെ കൊല്ലുന്നു. അത് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് കുത്തി അത് കണ്ടപ്പോഴേ ഇന്നലെ ഏതോ കാലാവസ്ഥയൊക്കെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലായതുകൊണ്ട് വൈകിട്ട് 2 ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ അണ്ണ വന്ന് കാണാതിരുന്നാണ്. ഭാഗവതരണ്ണം കണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഇത് കണ്ടിട്ടുണ്ടായ ഒരു ഉൾക്കിടിലോട് അല്ലെങ്കിൽ ഈ സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു എതിർപ്പാണ് ഈ കാണുന്നത്. എന്താണ് ഈ സിനിമ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ട്രെൻഡിങ് അദ്ദേഹത്തിന്റെ ചോദ്യത്തെ സംബന്ധിച്ചൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷെ അത് അവതരിപ്പിച്ച ഒരു ശൈലി, അതായത് വ്യക്തിക്ക് ഒരു സംഭവം കണ്ടിട്ട് അഭിപ്രായം പറയാനൊക്കെ ഈ നാട്ടിൽ അവകാശമുണ്ട്. പക്ഷെ ആ പറയുന്ന രീതി കാണുമ്പോൾ എന്തോ ഇതിനൊരു തകരാറുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ സ്വാഭാവികമായി നാട്ടുകാരെടുത്തിട്ട് ട്രോളും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ ട്രോളിനെ എങ്ങനെയാണ്, ആ ജനം ടി വിയിൽ ചെന്നിരുന്ന ഒരാളെ തന്തയ്ക്ക് വിളിച്ചൊരു രീതി ഉണ്ടല്ലേ, ഓർമ്മയില്ലേ? അതും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടേ. ഡീലർ നിന്നെ വിളിച്ചാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ പറയും. നിന്റെ തന്തയാണെന്ന് എനിക്ക് സംസ്കാരം. അതാണ് നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാണ്ട് തന്തയുടെ തന്തയെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാണ്ട് പ്രൊഫസറുടെ വാദമായി കേൾക്കുന്നത്. അമ്മായി എന്ത് പറഞ്ഞു? ഒന്നുമില്ല. ഇതാണ് ഇപ്പോൾ റിവ്യൂ കണ്ടതിന് ശേഷമുള്ള ഒരു പൊതു അഭിപ്രായം. ആവേശം 100 കോടി ക്ലബിലെത്തിയ ഫഹദ് ഫാസിലിന്റെ ചിത്രമാണ്. ഇപ്പോ നമ്മുടെ അണ്ണനും, അത് ഇലക്ട്രിഫിക്കേഷൻ അണ്ണനും ഇപ്പൊ സംഘിപ്പാളയത്തിലാണ്. സംഘിപ്പാളയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അവർക്കൊരു വല്ലാത്ത ഒരു ആവേശം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ എന്ന വ്യക്തി അറിയാലോ, ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളുടെ ജാതി പദമൊക്കെ അറിയാലോ, അതൊന്ന് മറപിടിച്ചുകൊണ്ട് സംഘികൾക്ക് ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. ആ സിനിമയുടെ രംഗം, അതായത് രംഗണ്ണനെ ചിത്രീകരിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയുടെ സന്ദേശത്തെ സംബന്ധിച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതൊക്കെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതിനെയൊക്കെ മാനിക്കുന്നുണ്ട്. പക്ഷെ ആ അഭിപ്രായം പറയുമ്പോൾ അതിനൊരു അസ്വാഭാവികത കണ്ടില്ലേ? കുത്തി ഒരു കുത്ത് പോലെ ഇരുന്ന അഭിപ്രായം പറയുമ്പോഴേ ഇത്രയും കുത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ അതിനെടുത്തിട്ട് ട്രോൾ ചെയ്യുകയും അലക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ ഈ ഒരു റിവ്യൂ പുറത്തു വന്നതിന് ശേഷം അണ്ണൻ വീണ്ടും ചോദിച്ചു വാങ്ങി ഏറിപ്പോയിട്ടുണ്ട്. കാര്യം ഈ സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് യൂത്തിന്റെ ട്രെൻഡായിട്ട് ആഘോഷിപ്പിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിനാണ് ഇന്നലെ രാത്രി ചെറിയ സ്മോൾ ഇലക്ട്രിഫിക്കേഷൻ കയറ്റിയിട്ട് ചെന്നിരുന്ന് ഇങ്ങനെ ഒരു റിവ്യൂ എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ ഇട്ടത് മാത്രമേ ഇപ്പൊ അണ്ണൻ ഓർമ്മയുള്ളൂ. ആൾക്കാരെടുത്തിട്ട് പുറഞ്ചം ട്രോളി നശിപ്പിക്കുകയും ഈ നേരത്തെ കാണിച്ചതുപോലെയുള്ള തന്തയ്ക്ക് വിളിയുടെ പല വേർഷനും പല മേഖലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചുമ്മാ ഇരുന്നിട്ട് ഇരന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ആ സിനിമയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിമർശിക്കുക, അതിൽ എല്ലാം ശരിയായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുമില്ല. കാര്യം ആവേശം എന്ന സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി അത് ശരിയല്ല. അത് ഈ സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരു തെറ്റായ സന്ദേശം കൊടുക്കും. പ്രത്യേകിച്ച് ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ ഒരു അതിപ്രസരം ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ സിനിമ പക്ഷേ 100 കോടി ക്ലബിലേക്ക് പോയ ആ സിനിമ വലിയ യൂത്തിന്റെ ഇടയിൽ വലിയ ട്രെൻഡായി മാറിയ സിനിമയിൽ ഇങ്ങനെ കയറിയിരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റിവ്യൂ എടുക്കാൻ തോന്നിയത് അത് നേരത്താണെന്ന് ഇപ്പൊ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും. അമ്മാതിരിയുള്ള ഏറിക്കയറ്റക്കമാണ് സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.